ഹലോ. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് അയ്യോ ലോഗൗട്ട് ചെയ്തിലേക്ക് വരാതെ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് ഒരു ഡേ മൈ ലൈഫ് നോക്കിയാലോ. അപ്പം ഇന്നലത്തെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഇറങ്ങി. അപ്പം ഇന്ന് വൈകുന്നേരം കൂടി ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം എന്താ ചെയ്യുന്നത്. അപ്പോൾ ഇസ്മി ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. പറഞ്ഞ പോലെ ഇന്നലത്തെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 2 ബസ് കയറണം. 1 മണിക്കൂറുണ്ട്, ബസ്സെല്ലാം കൂടി 1 മണിക്കൂറുണ്ട്. അപ്പോൾ 2 ബസ് കയറി അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കുറേ കാഴ്ചകളും സംസാരിച്ചങ്ങനെ പോവാം. വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇവിടെ നിന്നാണ് നമുക്ക് ആദ്യത്തെ ബസ് പിടിക്കേണ്ടത്. ബസ് വരാൻ ഇനി 11 മിനിറ്റും കൂടി ഉണ്ട്. ഇതിലാകെപ്പാടെ ഒരു നമ്പർ ബസ് മാത്രമേ പോകുന്നുള്ളൂ, അതും 169. ഈ പ്രദേശത്ത്, അതായത് ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് വൈകുന്നേരം കാണിച്ചു തരാം. എന്തായാലും വൈകുന്നേരം നേരത്തെ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലൊന്നൊക്കെ ഇറങ്ങി ആ കാഴ്ചകളും കൂടി കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകൾ ബസ്സിനകത്ത് കയറിയിട്ട് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഒരു 6-7 സ്റ്റോപ്പ് കഴിഞ്ഞു അടുത്ത ആ സ്റ്റോപ്പിൽ ഇറങ്ങണം. അവിടെ നിന്ന് അടുത്ത ബസ് രാവിലെ തന്നെ തിരക്കാം. ഇതാണ് ഇവിടെയുള്ള ബസ്സുകളിലെ ടിങ് ടിങ്, അതായത് മണി. ഇതെവിടെ നിൽക്കിയാൽ അടുത്ത സ്റ്റോപ്പ് ആകുമ്പോൾ വണ്ടി ഇവിടെ നിൽക്കും. നമുക്ക് ഇറങ്ങേണ്ട അടുത്ത സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പം ബെല്ലടിക്ക് കാത്തിരിക്കുക, പുറത്തിറങ്ങിയിട്ട് അടുത്ത ക്യാമറ എടുക്കാം. അപ്പോൾ അടുത്ത ബസ് വരാൻ ഇനി 13 മിനിറ്റ് ഉണ്ട്. 13 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചേക്കണം. അങ്ങനെ രണ്ടാമത്തെ ബസ്സും വരുന്നുണ്ട്. ഇപ്പം ബസ്സിനകത്ത് കയറിയിട്ട് ബാക്കി വീഡിയോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബസ്സിലും കയറി കേട്ടോ. മനസ്സിലൊന്നും കൊണ്ടായിരിക്കണം. അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കേട്ടോ. നമുക്ക് പോവാം. അടുത്തത് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പാണ്. അപ്പോൾ ബാക്കി വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞെടുക്കാം. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഇനി നേരെ റൂമിൽ കയറുന്നത് മുമ്പ് ആദ്യം അടുക്കള കയറണം. എന്തെങ്കിലും എണ്ണ ഉണ്ടോ നോക്കണമല്ലോ. കമോൺ ബോയ്സ്, കിച്ചണിൽ ആരില്ലാണ്ടോ. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ പണി കിട്ടി. അടുക്കളയിൽ സാധനമൊന്നും ഇരിപ്പില്ല. നമുക്ക് ലിഡിലിൽ പോയി എന്തെങ്കിലും മേടിച്ചിട്ട് വരണം കഴിക്കാതെ കിടക്കാനും പറ്റിയല്ല. വൈകിട്ടൊന്നും കഴിഞ്ഞിട്ട് പോകണ്ടല്ലേ. അപ്പോൾ നമുക്ക് നേരെ ലിഡിലേക്ക് പോവാം. നമുക്ക് ചിക്കനും ബ്രെഡും മേടിക്കാം. അത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാം. അതില്ലാതെ വേറൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിക്കൻ്റെ സെക്ഷനിൽ വന്നു. നമുക്ക് പറ്റിയ ചിക്കൻ കണ്ടുപിടിക്കണം. യെസ്, ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു ചിക്കൻ എടുത്ത് ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ സെക്ഷൻ ഇവിടെ അല്ലേ? അപ്പുറം തോന്നുന്നു. യെസ്, ബ്രെഡിൻ്റെ സെക്ഷൻ. ഒരു പാക്കറ്റ് ബ്രെഡും എടുത്ത് ഇനി ബില്ല് പേ ചെയ്ത് ഇറങ്ങിപ്പോവാം. അങ്ങനെ വീണ്ടും മുറിയിലെത്തി. ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒന്നും കാണിക്കുന്നില്ല, കാരണം പല വീഡിയോയിലിട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടി ഉണ്ടാക്കി ഇടുമ്പോഴത്തേനും സമയം പോകും. അത് മാത്രമല്ല എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം ഈ കോസ്റ്റ്യൂമിന് ഇറങ്ങി നേരെ നൈറ്റ് കിട്ടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി അടുക്കളയിൽ കയറി ഉണ്ടാക്കി കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ച വയറൊക്കെ നിറഞ്ഞ് വീഡിയോ സുഖമായി. ഇനി നേരെ കയറി കിടന്ന് ഉറങ്ങുക. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞ് വീണ്ടും കഴിക്കുക. എന്നിട്ട് ഉറങ്ങി പഠിച്ച്
അടുത്ത ഡ്യൂട്ടിക്ക് പോവാം. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കാപ്പിടിയും കഴിഞ്ഞ് യൂണിഫോം ഇട്ട് പതുക്കെ ഇറങ്ങിയേക്കാം. അങ്ങനെ നൈറ്റ് ഷിഫ്റ്റിനായിട്ട് ഇറങ്ങി. കഴിഞ്ഞ ദിവസം അല്ല, ഇന്ന് രാവിലെ പോകുന്ന പോലെ തന്നെ 2 ബസ് അങ്ങോട്ടും ആ സെയിം നമ്പറുള്ള ബസ് തന്നെ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല, നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. പിന്നെ ഓയിസ്റ്റർ റീചാർജ് ചെയ്ത് ബസ് കയറി ഇവിടെ ചെന്നിട്ട് ബാക്കി കഴിച്ചാൽ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ജോലി സ്ഥലത്തെത്തി. ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട്. 1 മണിക്കൂർ നമുക്കിതിൽ തിരിഞ്ഞ് നടക്കാം. അത് വേറെ പരിപാടിയൊന്നുമില്ല. ഭയങ്കര ട്രാഫിക്കായിരുന്നു. നമ്മുടെ നാട്ടിലേക്കാളും നല്ല ട്രാഫിക് ഉണ്ട് തോന്നുന്നു ഇവിടെ. പക്ഷേ ക്ഷമ പഠിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ട്രാഫിക് പോയി കിടക്കണം. ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ടില്ല. എന്നാലും നമുക്കിത് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് നടക്കാം. ഇന്നിവിടെ നല്ല കാറ്റും മഴയ്ക്കും സാധ്യതയുണ്ട്. നല്ല ഇപ്പോഴേ നല്ല കാറ്റാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ദേ ആ കാണുന്നുണ്ടോ, അത് ഇവിടുത്തെ ഒരു പള്ളിയാണ്. ഞാൻ എൻ്റെ അടുത്തുകൊണ്ട് കാണിച്ചു തരാം. ഇതാണ് ആ പള്ളി. പണ്ട് ബ്രിട്ടീഷുകാർ പണിത പള്ളി ആയതുകൊണ്ട് ആണോ എന്ന് എനിക്കറിയത്തില്ല, ഇവർ പണിത പള്ളിയെല്ലാം ഒരു ഹൊറർ മൂഡിലാണ് പണിതേക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ആർക്കും മൊത്തം പേടിയാവും. കണ്ടില്ലേ? അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. വേണ്ടേ തക്കാളി, നമ്മുടെ കാബേജ്, അങ്ങനെ നടന്ന് അവസാനം ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വേണ്ടി പുറകെ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി. അപ്പം ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. പ്ലീസ് മീ ഷാരോൺ. ബൈ.